ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പരിപാടികളുണ്ട്. നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മളൊന്ന് പുറത്തിറങ്ങിയത്. എനിക്കാണെങ്കിൽ മഴയത്ത് പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന് നമുക്ക് ബ്ലാങ്കറ്റ് ഒന്ന് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ചെറിയ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ബ്ലാങ്കറ്റൊക്കെ അലക്കാൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ അലക്കാൻ കൊടുക്കുന്നത് ഇവിടെ ഒരു ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയും കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആ ബ്ലാങ്കറ്റൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ 2 or 3 ഡേയ്സിനുള്ളിൽ നമുക്കത് കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് അഞ്ചറിയാൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മഴയത്തൊക്കെ പുറത്തിറങ്ങുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെറിയൊരു ഷോപ്പിംഗ് കൂടി നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ നേരെ അഞ്ചറിയാൻ്റെ ഷോപ്പിലെത്തി കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഞാൻ വന്നിരിക്കുന്ന ബ്ലാങ്കറ്റൊക്കെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലത്തെ ഒന്ന് എനിക്ക് ഈ നമ്മുടെ ചെയർ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിന് മുകളിലൊന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ക്ലോത്തും കൂടി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ചെയറാണ്. പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം കളർ ഡിമ്മായ പോലെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ എന്താ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് മുകളിൽ ഇടാനും പ്ലാനിങ്ങിലാണ് ഇങ്ങനത്തെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റെഡിമെയ്ഡ് അല്ലാണ്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുമല്ലോ കണ്ടോ. അപ്പോൾ ചേട്ടൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ലാഭം തോന്നി. അപ്പോൾ നമ്മൾ എന്തായാലും ചേട്ടൻ ഇപ്പോൾ കയ്യിൽ പിടിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്താണ് എത്രയോ സൈസിൽ നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ ചെയർ വെറുതെ ഇരിക്കുകയാണ്. കാരണം അതിൻ്റെ മുകളിൽ കളർ മാത്രം ഡിമ്മറ്റുള്ളൂ, വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതെടുത്തു കേട്ടോ. അതിനുശേഷം നമുക്കിനി നേരെ ബ്ലാങ്കറ്റ് നോക്കണം. അപ്പോൾ ബ്ലാങ്കറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കേട്ടോ. മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ബ്ലാങ്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഞാനല്ലേ വന്നത്, ബ്ലാങ്കറ്റ് മാത്രമല്ല പിന്നെ എന്തൊക്കെ എടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു അഞ്ചറിയാൻ്റെ ഷോപ്പിൽ പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവായിരിക്കും കേട്ടോ. ഇപ്പോൾ ബ്ലാങ്കറ്റൊക്കെ ആണെങ്കിലും അതുപോലെ നമ്മുടെ ചെരുപ്പുകൾ, അതുപോലെ ഫ്ലവർ വേസ്, ഡ്രസ്സ്, ഇതൊക്കെ നമുക്ക് റേറ്റ് കുറവിൽ അഞ്ചറിയാൻ്റെ ഷോപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ ചില ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കൂടുതലും ഫ്ലവർ വേസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇവിടെ റേറ്റ് കുറവുണ്ട് കേട്ടോ. അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക് അതൊന്നും ഇവിടെ നിന്ന് എടുക്കാറില്ല. കാരണം അതൊക്കെ ലുലു എന്നാണ് എടുക്കാറുള്ളത് കേട്ടോ. കാരണം അത് കുറച്ച് നമുക്ക് റേറ്റ് കൂടുതൽ നല്ല ബ്രാൻഡുകൾ എടുക്കണ്ടേ. അപ്പോൾ അതൊന്നും നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറില്ല. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നോക്കാറുണ്ട് കേട്ടോ, വാങ്ങാറുണ്ട്. നമ്മളിപ്പോൾ റിയാദിലൊക്കെ ആണെങ്കിൽ റിയാദിൽ നമ്മൾ കൂടുതൽ ഈ നെസ്റ്റോയിൽ നിന്നൊക്കെയാണ് ഈ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങുക കേട്ടോ. ഇവിടെ പിന്നെ നെസ്റ്റോ ഇല്ല കേട്ടോ, ലുലു ആണ് ഉള്ളത്. പിന്നെ മാളുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങാറുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റ് ഇപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബ്ലാങ്കറ്റ് എടുക്കണം. അപ്പോൾ ഒരേ കളർ സെയിം ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ വന്നത് ചെരുപ്പ് നോക്കാനാണ് കേട്ടോ എനിക്ക്. അപ്പോൾ എനിക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഷൂ ആണ് കേട്ടോ. അപ്പോൾ ഒരു ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ സാധാ നോർമൽ ചെരുപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു വൈറ്റ് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടോ ഇത്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വൈറ്റ് അല്ലേ, അപ്പോൾ കുറച്ച് ദിവസം ഇടുമ്പോഴേക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങനെ ചളി പിടിക്കില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് ഈ ഒരു വൈറ്റ് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വേണ്ട പിന്നെ വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഷൂ സെക്ഷനിലേക്ക് വന്നു. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഷൂ ആണ് വേണ്ടത്. അപ്പോൾ നല്ല അടിപൊളി ഷൂകളുണ്ട് കേട്ടോ, നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാ കുറേ ഷൂ ഇങ്ങനെ ഞാൻ നോക്കി കേട്ടോ. ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് ഒരു പിങ്ക് കളർ, അതിൻ്റെ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു പിങ്ക് കളർ ഷൂ ഞാൻ എടുത്തു കേട്ടോ. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സെലക്ഷനാണ്. അപ്പോൾ എനിക്ക് എന്തായാലും മെയിനായിട്ട് ഷൂ ആണ് വേണ്ടത്. അപ്പം ഞാൻ എന്തായാലും ഷൂ എടുത്തു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടാവില്ല, അതായിരിക്കും ഇതിൽ കാണാത്ത ഒരു പിങ്ക് കളർ ഷൂ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ ഷൂ എടുത്ത ശേഷം പിന്നെ നേരെ അറിയാമല്ലോ, ഞാൻ എപ്പോൾ വന്നാലും ഡ്രസ്സിൻ്റെ ഒന്ന് നോക്കും കേട്ടോ. ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ അവിടെ ഒന്ന് കറങ്ങും. അപ്പോൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ചേട്ടന് മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് കടന്നപ്പോൾ തന്നെ അവിടെ ഡ്രസ്സ് എന്തോ എടുക്കാനുള്ള പ്ലാനിങ് ആണെന്ന്. അപ്പോൾ ഞാൻ എന്താ കുറേ ഡ്രസ്സുകൾ ഇട്ട് നോക്കിയിട്ട്, ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസിന് റൂമിൽ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഡെയിലി റൂമിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അത് നോക്കിയപ്പോഴാണ് എനിക്ക് വേറൊരു ടോപ്പ് കണ്ടത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതാണ് എടുത്തത്. പിന്നെ ഇത് എടുത്തില്ല. ഈ ഒരു ടോപ്പ് ഞാൻ ലാസ്റ്റ് എടുത്തു കേട്ടോ, നോക്കിയിട്ട്. കാരണം എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. ഇതാകുമ്പോൾ പുറത്തേക്കൊക്കെ ഇടാമല്ലോ. അപ്പോൾ റൂമിലിടാൻ ഇനിയിപ്പോൾ വേറെ നമുക്ക് സെപ്പറേറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് എടുത്തു കേട്ടോ. ഈ ഒരു ടോപ്പ് ഞാൻ ലാസ്റ്റ് എടുക്കുന്നുണ്ട്.
ഞാൻ ഈ അടുത്തുനിന്ന് ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും എടുക്കണ്ട എന്നുള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു കേട്ടോ. കാരണം അറിയാതെ ഞാൻ നാട്ടിൽ നിന്ന് കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എൻ്റെ മനസ്സ് ഡ്രസ്സ് സെക്ഷനിലേക്ക് വരുമ്പോൾ എടുക്കാണ്ടിരിക്കാൻ തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ടോപ്പ് എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണ് ഞാൻ അത് പരമാവധി പിടിച്ചു കേട്ടോ. ഡ്രസ്സ് വേണ്ട, എന്തിനാണ് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്താണെന്ന് കേട്ടോ, എനിക്ക് ഡ്രസ്സിനോട് ഭയങ്കര ക്രൈസ് കൂടുതലാണ്. കാരണം ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഡ്രസ്സ് അതുപോലെ ചെരുപ്പ് അത് വിട്ടൊരു കളിയില്ല കേട്ടോ. അത് എവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് വരുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കുറേ ഈ ടോപ്പൊക്കെ ഞാൻ നോക്കി കേട്ടോ. അപ്പോൾ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതൊക്കെ റൂമിലിടാൻ പറ്റിയ ടോപ്പ് പോലെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് കണ്ടില്ല, അങ്ങനത്തെ ഒരു ടോപ്പാണ് ഞാൻ പിന്നെ എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ നോക്കിയത് നമുക്ക് ജീൻസിന് പറ്റിയ ടോപ്പുകളാണ് കേട്ടോ. കാരണം എനിക്ക് ജീൻസിന് പറ്റിയ ടോപ്പുകൾ കുറവാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ജീൻസിന് പറ്റിയ ടോപ്പാണ് നോക്കിയത് കേട്ടോ. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല കേട്ടോ. ജീൻസിന് പറ്റിയ ടോപ്പൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ ഞാൻ ഈ ഒരു പാവാട കേട്ടോ, അത് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എനിക്കിത് നല്ല ഇറക്കം കൂടുതൽ. അപ്പോൾ പിന്നെ അതങ്ങോട്ട് എടുത്തില്ല കേട്ടോ. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. റെഡ് കളർ, അതുപോലെ ഈ കളറും നല്ല വെറൈറ്റി കളർ കേട്ടോ. പക്ഷെ ഞാൻ വെച്ച് നോക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് കുറച്ച് ഇറക്കം കൂടുതൽ, കുറച്ച് ലെങ്ത്ത്, അതിൻ്റെ എന്താ ലെങ്ത്ത് കുറവുള്ളത് ഇല്ല കേട്ടോ. പിന്നെ അത് എടുത്തില്ല. അതുപോലെ തന്നെ ഇവിടെ 20 റിയാലിൻ്റെ ഷോപ്പ്, അതുപോലെ 22 റിയാലിൻ്റെ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ ഇതിനേക്കാളും നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് പാൻറ്റ് ടോപ്പുകളൊക്കെ അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കിവിടെ അധികം ടോപ്പൊന്നും വലിയ ഭംഗി തോന്നിയില്ല കേട്ടോ. അതായത് നമുക്ക് ജീൻസിനൊക്കെ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, സിമ്പിളായിട്ടുള്ളത്, അത് എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. പിന്നെ പാവാടകളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് അതും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ ജസ്റ്റ് വെറുതെ കറങ്ങിയിട്ട് ഒരു ടോപ്പ് മാത്രമേ എടുത്തു. അതിനുശേഷം പിന്നെ അവിടെ നമ്മൾ നേരെ താഴോട്ട് വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ടോപ്പാണ് എടുത്തോളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല, ആ ഒരു ടോപ്പ് എടുത്ത് വേറെ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങി. സത്യം പറഞ്ഞ ഒരു ബ്ലാങ്കറ്റ് വാങ്ങാൻ വന്നതാണ് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ എനിക്കുള്ള സാധനങ്ങളാണ് കൂടുതലും തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പാത്രങ്ങളൊക്കെ നോക്കി കേട്ടോ. പാത്രങ്ങളൊക്കെ ഇവിടെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ 5 റിയാൽ മുതൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ കുറേ നേരം ഒന്ന് കറങ്ങി കേട്ടോ. എല്ലാവരും ഒന്ന് കറങ്ങി. ഒന്നും വാങ്ങാനുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് അല്ലേ.
ഒരു ഫ്ലവർ വേസ് വാങ്ങിയിട്ടോ, ഈ ഒരു ബ്ലൂ കളർ. അപ്പോൾ ഏട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മഞ്ഞ, റെഡ്, ഓറഞ്ച് അങ്ങനത്തെ കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു മഞ്ഞ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ വേണ്ട, ഒന്നെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നെടുത്തു കേട്ടോ. പിന്നെ റൂമിൽ വന്ന് നോക്കിയപ്പോഴാണ് രണ്ടെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മളിപ്പോൾ വന്നു പിന്നെ അടുത്തവണ വരുമ്പോൾ ഇത് ചിലപ്പോൾ മാറ്റും കേട്ടോ. ഇവിടെ വേറെ പുതിയതൊക്കെ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഏതാ ഭംഗിയുണ്ട് പറഞ്ഞ് അതങ്ങനെ എടുത്തിട്ട് പോവുമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞത് രണ്ടെണ്ണം എടുക്കാമെന്ന് പിന്നെ തോന്നി. അപ്പോൾ ഇനി പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവർ വേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ കുറേ ഫ്ലവർ വേസ്റ്റ് എടുത്തിരിക്കുന്നത് റൂമിക്ക്. അതിനുശേഷം പിന്നെ നമ്മളിത് ഇങ്ങോട്ട് വന്നിട്ട്, അതായത് കുപ്പിയുടെ ഒരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഉപ്പിലൊക്കെ ഇട്ട് നെല്ലിക്ക ഡെയിലിയുടെ ഉപ്പിലിട്ട് വെക്കും കേട്ടോ. അപ്പോൾ അത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ വാങ്ങാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ ഉപ്പിലിട്ട് വെക്കുന്ന ഐറ്റംസും അതുപോലെ അച്ചാറൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഇട്ട് വയ്ക്കുന്നതിനേക്കാൾ നല്ല ഈ കുപ്പിയുടെ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങിയിട്ട് ഇട്ട് വയ്ക്കുന്നതാണ് കേട്ടോ. ഇതിലിട്ട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പിലേക്ക് കേട് വരാതെ ഇരിക്കാനൊക്കെ അങ്ങനെ കുപ്പിയുടെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് വയ്ക്കുന്നതായിരിക്കും കേട്ടോ. അത് കൂടുതൽ നല്ലത്, കാരണം കുറേ തവണ ഇരിക്കും. അപ്പോൾ ഞാനിവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ എന്താണ് വേറെ ബോട്ടിലില്ല കുപ്പിയുടെ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ എടുത്തു. അങ്ങനെ നമ്മളിത് ആ ഒരു ബോട്ടിലും വാങ്ങി കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ എന്താ രണ്ട് സൈഡിലും കുറേ വെറൈറ്റി ഇങ്ങനെ കുപ്പിയുടെ ബോട്ടിലുകളുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ എന്തായാലും ഒരു 2-3 എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്സ് ഇപ്പോൾ ഇട്ട് വയ്ക്കാനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് അടുത്ത തവണ വരുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ആ ഒരു ബോട്ടിൽ എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ ഒന്നിലധികം സാധനങ്ങൾ വാങ്ങിപ്പോവും. കാരണം പൊതുവേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി നിന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങും കേട്ടോ. ഇപ്പോൾ വന്ന അവസ്ഥയ്ക്ക് ഇപ്പോൾ എനിക്ക് ഡ്രസ്സ് അതുപോലെ തന്നെ ഷൂ ഒക്കെ അതൊക്കെ പ്രതീക്ഷിക്കാണ്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കേട്ടോ. പർച്ചേസ് ചെയ്യാൻ വരുന്നത് ഒന്നിനായിരിക്കും, പക്ഷെ വാങ്ങുന്നത് വേറൊന്നായിരിക്കും കേട്ടോ. എന്നും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. കാരണം നമ്മൾ എന്താണോ പർച്ചേസ് ചെയ്യാൻ വരുന്നത് ആ സാധനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്യും കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് വാങ്ങും, എന്നിട്ടേ പോവുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് വേറെ എവിടേക്കല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കണ്ട് പരിചയമായിട്ടും കാലിഫോർ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഫുഡ് പറഞ്ഞ് ലേറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് പോകുന്നത് കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. പിന്നെ ഫുഡ് ഓൾറെഡി റൂമിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. കാരണം മഴയൊക്കെ പെയ്തപ്പോൾ എന്തായാലും പുറത്തിറങ്ങുന്നതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഡയറക്റ്റ് നമ്മൾ നേരെ ഷോപ്പിങ്ങിനൊക്കെ പോയതാണ്. അപ്പോൾ എനിക്കത് മുട്ട പൊറോട്ട കഴിക്കാനുള്ള പൂതിയിട്ട്. അപ്പോൾ 2-3 ദിവസമായി അടുപ്പിച്ചിട്ട് ഞാൻ മുട്ട പൊറോട്ട കഴിക്കണം. ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ സംഭവം എനിക്ക് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ വീട്ടിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായി ഇപ്പോൾ മുട്ട പൊറോട്ടയിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മുട്ട പൊറോട്ടേനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊരു മൊജിറ്റോ പറഞ്ഞു. അപ്പോൾ ഇന്ന് പറഞ്ഞ സ്ട്രോബെറിയുടെ ഒരു മൊജിറ്റോ കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് എനിക്ക് മുട്ട പൊറോട്ട ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, 2-3 ദിവസമായിട്ട് അപ്പോൾ ഞാൻ മുട്ട പൊറോട്ട തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഹെവി ആയിട്ടൊന്നും കഴിക്കട്ടെന്ന് വിചാരിച്ചു. കാരണം അങ്ങനെ കഴിച്ചാൽ നമ്മൾ റൂമിൽ പോയിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഞാൻ ഇത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ട പൊറോട്ട അതുപോലെ തന്നെ മൊജിറ്റോ സോറി സ്ട്രോബെറിയുടെ മൊജിറ്റോയാണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനോട് ഫോൺ മാറ്റുന്നൊക്കെ പറയാട്ടോ. കാരണം ചേട്ടൻ ഫോൺ അഡിക്റ്റ് ഒന്നല്ല, അങ്ങനെ ഫോൺ അധികം നോക്കാറുമില്ല. പക്ഷേ വീഡിയോ ഓൺ ആക്കിയത് കൊണ്ട് വീഡിയോയ്ക്ക് നോക്കാൻ മടിയായിട്ട് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതിൽ കുറേ എൻ്റെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ, എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരികയാണ്. കാരണം ചേട്ടൻ അങ്ങനെ ഫോണൊന്നും അങ്ങനെ നോക്കില്ല, പക്ഷേ എൻ്റെ വീഡിയോ ഓൺ ആക്കി വെച്ചതുകൊണ്ട് മടിയായതുകൊണ്ട് ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ചേട്ടനും കൂടി എന്തൊക്കെയോ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് എന്തൊക്കെയെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടൻ എന്തൊക്കെയോ കുറേ കോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. കാരണം നല്ല പുറത്ത് മഴ പെയ്തുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ 2-3 ദിവസം ഇപ്പോൾ കുറച്ച് ദിവസമായി ഉച്ച കഴിഞ്ഞിട്ട് ഫുൾ മഴയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴ കാരണം നല്ല തണുപ്പും ആയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് തണുപ്പല്ല, നല്ല തണുപ്പുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ജ്യൂസ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സ്ട്രോബെറിയുടെ ആ ജ്യൂസ് മൊജിറ്റോയാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ചേട്ടനൊരു ഫ്രഷ് ലൈം മതി വേണ്ട, ഫ്രഷ് ലൈമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഈ ഫ്രഷ് ലൈം ഫുള്ളും കുടിക്കില്ല കേട്ടോ. കാരണം ചേട്ടൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ജ്യൂസ് ലൈം ഇങ്ങനെ തണുത്തൊന്നും അങ്ങനെ കുടിക്കാറില്ല. ഞാൻ അപ്പോഴും പറഞ്ഞു കോഫി കുടിച്ചാൽ മതി, കോഫി അല്ലെങ്കിൽ ചായ എന്തെങ്കിലും വാങ്ങിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൊജിറ്റോ വാങ്ങിയതല്ലേ പറഞ്ഞിട്ട് ഫ്രഷ് ലൈം ചേട്ടൻ വാങ്ങിയിട്ടോ. പക്ഷേ ചേട്ടൻ അത് ഫുള്ളും കുടിക്കില്ല, അത് ഞാൻ തന്നെയാണ് പിന്നെ കുടിക്കുന്നത്. കാരണം ചേട്ടൻ അങ്ങനെ ജ്യൂസ് ലൈം അതിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. ചായ കോഫി അതൊക്കെയാണ് കൂടുതൽ ആൾ പിന്നെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുടിക്കുക. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി ചേട്ടന് ഫ്രഷ് ലൈം ആണെങ്കിലും അതിൽ എന്തായാലും ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല
തണുപ്പുണ്ട്, അങ്ങനെ ഫുള്ളും കുടിക്കില്ല എന്ന് തന്നെ മനസ്സിലായിട്ടാ. അതേപോലെ തന്നെ സംഭവിച്ചു. ഏട്ടൻ അത് ഫുള്ളും കുടിച്ചിട്ടില്ല. പിന്നെ ഞാനാണ് ഈ 2 കുടിച്ചത് കേട്ടോ. 2 ജ്യൂസ് ഞാനാണ് കുടിച്ചത്. അപ്പം ഞാനിങ്ങനെ പറയുന്നു ഇന്നിവർ ചായ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ആൾക്ക് കുടിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഫുള്ളും കുടിച്ചില്ല. അതിനുശേഷം തന്നെ നമുക്ക് മുട്ട പൊറോട്ട വന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്ത് ഈ മുട്ട പൊറോട്ട തന്നെ ഇവർ വാങ്ങി കഴിക്കണമെന്ന്. പക്ഷേ എന്തെന്ന് അറിയില്ല ഗൈസ്, എനിക്ക് ഭയങ്കരധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ 2-3 ദിവസം ഞാൻ അടുപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്ന് കഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് അവരും ചോദിക്കാൻ തുടങ്ങിയത് എന്ത് പറ്റിയെന്ന്. കാരണം 2-3 ദിവസം അടുപ്പിച്ചിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ വന്നത്. ഞാൻ ഇതാണ് പറയുക, പിന്നെ ഇതാണ് കഴിക്കുന്നത് കേട്ടോ. കാരണം ഇതിപ്പോൾ കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും റൂമിൽ പോയിട്ട് ഫുഡും കഴിക്കണം കേട്ടോ. കാരണം ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടില്ല. അതിനുശേഷം അവർ അവിടെ എന്താ ഒരു വെറൈറ്റി ആയിട്ട് ജ്യൂസ് അടിച്ച് നോക്കിയതാണ് ഇത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ആദ്യം കുടിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ കുടിച്ച് നോക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടന് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഞാനും എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അവർ വെറൈറ്റി ആയിട്ട് അടിച്ചെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അവിടെ എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കുടിച്ചു. അതിൻ്റെ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എല്ലാ ജ്യൂസും കൂടി ഞാൻ കുടിച്ചിട്ട് സത്യം പറഞ്ഞ് എനിക്ക് വയറൊക്കെ അങ്ങോട്ട് ഫുള്ളായ പോലെ കേട്ടോ. കാരണം ചേട്ടൻ്റെ ഫ്രഷ് ലൈം, അതുപോലെ ഞാൻ എൻ്റെ മൊജിറ്റോ, അവർ തന്ന വെറൈറ്റി ആയിട്ടുള്ള ആ ജ്യൂസ് അതെല്ലാം കൂടി കുടിച്ചിട്ട് സത്യം പറഞ്ഞാൽ വയറ് ഫുള്ളായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ചെടികളൊക്കെ വാങ്ങാറുള്ളത്. നമ്മുടെ മണി പ്ലാന്റും അതുപോലെ റൂമിലിരിക്കുന്ന ചെടിയൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ ചെടി വാങ്ങാൻ വേണ്ടി വന്നാലും നമുക്ക് മണ്ണ് വാങ്ങണം കേട്ടോ. അതിന് വേണ്ടി വന്നതാണ്. കാരണം അപ്പോൾ നമ്മൾ ചെടികൾ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിലൊക്കെ മണ്ണ് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് നമുക്ക് മണ്ണിൻ്റെ വില അറിയുള്ളൂ, എത്ര നമുക്ക് മണ്ണ് കിട്ടും. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ മണ്ണ് പൈസ കൊടുത്ത് വാങ്ങുക തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല, നാട്ടിൽ നിന്ന് ഇപ്പോൾ കറിവേപ്പില അതുപോലെ പച്ചമുളകിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് പിടിക്കുമെന്ന് അറിയില്ല. കറിവേപ്പില പിടിച്ചിട്ടുണ്ട്, ഇനി പച്ചമുളകൊക്കെ പിടിക്കുമെന്ന് അറിയാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണ് വാങ്ങുന്നത്. അത് മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുമ്പ് ഇവിടെ നിന്നാണ് ചേട്ടൻ മണ്ണ് വാങ്ങിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ മണ്ണ് വാങ്ങി. അതുപോലെ ചെടി നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചെടികളൊക്കെ വാങ്ങണമെങ്കിലും ഇവിടെ തന്നെ വാങ്ങാറ്. അപ്പോൾ ഇത് അതും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വീഡിയോ അതിൻ്റെ പെയിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം. അതുവരയ്ക്കും ബൈ.